ശലോം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്ന് ഒന്നാമത്തെ അധ്യായം പഠിക്കുകയാണ്. നമുക്ക് സമയമുണ്ടെങ്കിൽ രണ്ടാം അധ്യായം കൂടെ നമുക്ക് കടന്നു പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ എബ്രായ ഭാഷ പഠിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് എബ്രായ ഭാഷ? നമുക്ക് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം മലയാളം അറിയാം. മലയാളത്തിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയും വശമുള്ളവരുടെ തിരുപ്പുണ്ട്. അപ്പോൾ ഭാഷയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു മനോഭാവം എന്താണ് ഭാഷ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഭാഷ എന്ന് പറയുന്നത് സംവേദിക്കാനുള്ളതാണ്, ഒരു സംവേദനത്തിനുള്ളതാണ്, സംസാരിക്കാനുള്ളതാണ്, ആശയങ്ങൾ കൈമാറാനുള്ളതാണ് എന്നൊക്കെ നമുക്കറിയാം. അതെ, മനുഷ്യന് മാത്രമായി സിദ്ധിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുക. അപ്പോ ഇവനോടത്ത് ചോദിക്കും, പ്രകൃതിയിൽ മറ്റ് ജീവജാലങ്ങൾ കൈമാറുന്നില്ലേ? ഉണ്ട്. വളരെ വളരെ ശാസ്ത്രീയമായ പഠനം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും ഒരു സംവേദത്തിലാണ്, സംസാരത്തിലാണ്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ വളരെമായ പഠനങ്ങളുണ്ട്. അതായത് ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ കണ്ടിരുന്നു, നാസ പുറത്തുവിട്ടൊരു വീഡിയോ. അപ്പോൾ സൂര്യന്റെ അതിനെ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ആ സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന രശ്മികളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ട് വൈബ് പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലുണ്ട് മാർസ്, സാറ്റേൺ, അങ്ങനെ പല പല ഗ്രഹങ്ങളും അവരത് ഷൂട്ട് ചെയ്തിട്ട് അതിന്റെ തരംഗങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഈവൻ ഭൂമിയുടെ കറക്കം പോലും അതിനും ഒരു ശബ്ദമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തരത്തില് ശബ്ദങ്ങൾ, അതായത് എനിക്ക് തോന്നുന്നു ഈ പ്രകൃതി, പ്രപഞ്ചം തന്നെ സംവേദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടാണ് ഈ പ്രപഞ്ചം സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ നമ്മൾ കാണുന്ന ലോകത്തിലേക്ക് വരാം. നമുക്ക് ദൃശ്യമായ കാഴ്ചപ്പാടുള്ള ലോകമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോ ഈ ദൃശ്യമായ ഈ ലോകത്ത് പക്ഷികൾ ചിലയ്ക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെ? അതേ കണക്കിന് മൃഗങ്ങൾ ശബ്ദിക്കുന്നത് നമ്മൾ കേൾക്കുന്നു. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്, അവർ സംവേദിക്കുന്നുണ്ട്. അതേപോലെ മനുഷ്യനായ നമുക്ക് സംവേദിക്കാൻ ഒരു ഭാഷയുണ്ട്, അല്ലേ? അതായത് നമ്മൾക്ക് സംവേദിക്കാൻ ഭാഷ എന്നൊരു മാധ്യമമുണ്ട്. അത് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും അതിന് വ്യത്യസ്തമായ തരത്തിലാണ് ആ ഭാഷകളുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് കാസർഗോഡിന്റെ അറ്റത്ത് നിന്നും നമ്മൾ പാറശാല കഴിഞ്ഞ് കളിയിക്കവള, നമ്മൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിന്റെ അറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ എൻഡ് ഓഫ് കേപ്പ് കോൺ എന്നവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ വന്ന് നിൽക്കുമ്പോഴും ഒറ്റ ഭാഷയാണ് സംസാരിക്കുന്നത്, വിവിധ തരങ്ങളായ ഡയലക്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെ? ഞാൻ ഈ ഭാഷയെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയുടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. അപ്പൊ വിവിധ തരത്തിലുള്ള ഡയലക്റ്റുകളുണ്ട്. എന്നാൽ ആ ഡയലക്റ്റുകൾക്കും അപ്പുറം നമ്മൾ നമ്മൾ ഭാഷയോട് നമ്മൾ സംവേദിക്കാറുണ്ട്, അല്ലെ? നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോ എന്താണ് ഭാഷ എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോ എന്താണ് ഭാഷ? എന്താണ് ഭാഷ? ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ അത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾക്ക് നമ്മുടെ നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങൾ എന്നോട് വർത്താനം പറയാനും ഞാൻ എന്തായാലും അവസരം തന്നെയായിരിക്കും. അപ്പോൾ ഉള്ളിൽ ആശയങ്ങളെ എന്നോട് പങ്കുവെക്കാവുന്നതാണ്. ഓക്കെ, ഒരു സെക്കൻഡ് എനിക്ക് തരൂ. ഇടയ്ക്ക് കുറച്ച് സാങ്കേതികപരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് സ്റ്റക്കായിട്ട് പോയത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നു വരാം.
ആ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഭാഷയുടെ ദിവ്യ രഹസ്യം എന്നുള്ള അധ്യായമാണ്. അധ്യായം 1. ഇപ്പൊ നോട്ട് എഴുതുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, ഓൺലൈനിലൊക്കെ നോട്ട് എഴുതി സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാപ്റ്റർ 1 ഭാഷയുടെ ദിവ്യ രഹസ്യം എന്ന് എഴുതാം. അപ്പൊ എന്താണ് ഭാഷ? ഭാഷ ഒരു ഘടനാപരമായ ആശയവിനിമയമാണ്, അല്ലെ? അപ്പോ ഭാഷ എന്ന് പറയുമ്പോൾ വെറുതെ ഉണ്ടാവുന്നത്, അതിൻ്റെ അകത്ത് ലിപികളുണ്ട്, അല്ലെ? ആ ലിപികളുടെ അകത്ത് ആ ലിപികളുടെ ആം, അകത്ത് സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രയോഗങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അക്ഷരത്തെ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ചില പദങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു വാക്ക് എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അകത്തൊരു അർത്ഥമുണ്ട്, അർത്ഥം ധ്വനിപ്പിക്കുന്ന ശബ്ദമുണ്ട്, ഒരു ഘടനയുണ്ട്. ആ ഘടന എങ്ങനെ രൂപപ്പെട്ടെന്ന് വെച്ചാൽ, ഭൂമിശാസ്ത്രപരമായി, സാമൂഹ്യപരമായി, ആ, ആ, എന്താ പറയാ, മനുഷ്യന്റെ ഇടപെടലുകൾ, ട്രോപ്പോഗ്രാഫിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസസ് എല്ലാം ചേർന്നയാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്, നിങ്ങൾ ട്രിവാൻഡ്രത്ത് തന്നെ, ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഷയുടെ സംസാരത്തിന്റെ വേലിയേറ്റങ്ങൾ കാണുവാൻ കഴിയും. അത് തീരദേശത്ത് സംസാരിക്കുന്ന സംസാരമല്ല, കുറച്ച് കിഴക്കോട്ട് ആ പർവ്വത നിരകളിലേക്ക് പോകുമ്പോൾ സംസാരിക്കുന്നത്. അവിടുന്ന് തിരിച്ച് സിറ്റിയിലേക്ക് വരുമ്പോൾ, ഞാൻ ട്രിവാൻഡ്രം ഒരു സ്പെസിമെനായിട്ട് എടുത്ത് പറയുന്നതാണ്, മറ്റു തരത്തിലൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അതേപോലെ തന്നെ ഓരോ ദേശത്ത്, ആലപ്പുഴ ആയാലും, കൊല്ലമായാലും, കോഴിക്കോടായാലും, കാസർഗോഡായാലും, എല്ലാ സ്ഥലത്തും ഒരു 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 സ്പെസിമെൻ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഭാഷയ്ക്കകത്തുള്ള ആ ഘടനാപരത്തെയാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലളിതമായിട്ട് കുറച്ചും കൂടി പരത്തി ഞാനിത് പറയാം. അപ്പോൾ ഭാഷ ഒരു ഘടനാപരമായ ആശയവിനിമയമാണ്. ഉദാഹരണത്തിന് നമ്മൾ എന്തിനാണ് ഭാഷ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഞാനും നമ്മുടെ പ്രിയപ്പെട്ട ഷലോം ചർച്ചിന്റെ പാസ്റ്ററും, നമ്മളെ ഒരുപാട് എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പാസ്റ്റർ, നമ്മള് കുറേ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ലണ്ടനിലായതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്. അപ്പം എൻ്റെ ആശയങ്ങള്, എൻ്റെ ചിന്തകളൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ചില സമയത്ത് വളരെ ഓപ്പണായിട്ട്, വൈകാരികമായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ചിന്തകളെ, വികാരങ്ങളെ, അറിവിനെ, ഉദ്ദേശത്തെ, ഇവയെല്ലാം പ്രകടിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ. ഇവയാണ് ഭാഷ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം: ചിന്തകൾ, വികാരങ്ങൾ, അറിവ്, ഉദ്ദേശം, ഇവ പ്രകടിപ്പിക്കാൻ മനുഷ്യർ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ, ചിഹ്നങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നിവയുടെ ഒരു രൂപ സംവിധാനമാണ് ഭാഷ. ഭാഷ പവിത്രമാണ്. ലോകത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മനുഷ്യർ സംസാരിക്കുന്ന എല്ലാ ഭാഷകളും പവിത്രമാണ്, ശുദ്ധമാണ്. അത് ആശയവിനിമയത്തിനുള്ളതാണ്. അത് ഭാഷ എന്നത് ദൃശ്യമാകുന്ന വാക്കാലുള്ള ചിന്തയാണ്. ഭാഷ എന്നത് ദൃശ്യമാകുന്ന വാക്കാലുള്ള ചിന്തയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മുടെ സജി പാസ്റ്റർ ഇന്നലെ ലണ്ടനില് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ, അല്ലെ പാസ്റ്ററെ? ഓക്സ്ഫോർഡ് ആണെന്ന് തോന്നുന്നു, കേംബ്രിഡ്ജ് ആണെന്ന് തോന്നുന്നു, അല്ലെ? കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പോയപ്പോ അവിടുത്തെ ഫോട്ടോ ഒക്കെ ഇട്ടപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് ഈ ബൈബിളിന്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പോകണം. അപ്പോ ഞാനത് പറയുമ്പോൾ പാസ്റ്ററിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ദൃശ്യമുണ്ട്, അല്ലെ? പാസ്റ്ററെ അവിടെ പോയി ലൈബ്രറിയിൽ പോയിട്ട് ആ ചുരുളുകൾ കാണണം എന്ന് പറയുമ്പോൾ അവിടെ പാസ്റ്ററിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന ഒരു ദൃശ്യപരതയുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയും, എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വാക്ക് കൊണ്ടുള്ള ഒരു ചിന്തയുണ്ട്. ആ ചിന്തയെ പ്രോസസ് ചെയ്തിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്.
അപ്പോ ഭാഷ ദൃശ്യമാകുന്ന വാക്കാലുള്ള ചിന്തയാണ്. അത് ആത്മാക്കൾ, ഭാഷ എന്നത് ആത്മാക്കൾ തമ്മിലുള്ള പാലമാണ്, അല്ലേ? അപ്പൊ ഞാൻ സജി പാസ്റ്ററിനോട് സംവേദിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, അത് ആത്മാക്കൾ തമ്മിലുള്ള പാലമാണ്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ പാസ്റ്റർ അതിന് മറുപടി പറയും. അപ്പോൾ ആത്മാക്കളുടെ ഒരു പാലവും കൂടിയാണ് ഭാഷ. നമ്മള് നമ്മളതിന് പലരും ഇപ്പോൾ കേൾക്കുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കും, നമ്മൾ എബ്രായ ഭാഷ പഠിക്കുന്നതിനിടയ്ക്ക് ഈ ഭാഷ എന്തിനാണ്, ഭാഷയെക്കുറിച്ച് ഇത്ര പഠിക്കുന്നത്? നമ്മൾ ഭാഷയെക്കുറിച്ച് വളരെ ഡെപ്തിലുള്ള ഒരു പഠനമല്ല പോകുന്നത്. ആ ഭാഷ എന്താണെന്ന്, അതിൻ്റെ രൂപഘടന എന്താണെന്നും ഒക്കെ ഉള്ള മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എബ്രായ ഭാഷയിലേക്ക് പതുക്കെ പതുക്കെ ചുവട് വെച്ച് കയറാൻ വേണ്ടിയിട്ടാണ് ഒരു ആമുഖം എന്നുള്ള നിലയിൽ ഞാനിത് പറയുന്നത്. എബ്രായ പദത്തിൽ വാക്കിനെ ദവാർ എന്നാണ് പറയുന്നത്. ദവാർ, ഡവാർ, DAVAR, ഡവാർ ആണ്. അതിനർത്ഥം വസ്തു, ദ്രവ്യം, സംഭവം എന്നും അർത്ഥമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞതെല്ലാം സൂക്ഷ്മമായിട്ട് കേൾക്കണം. അപ്പോ യോഹന്നാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് എഴുതിയത് ലോഗോസ് എന്നായിരുന്നില്ല, ഹ ഡവാർ എന്നുള്ള ആ പദം ഉപയോഗിച്ചിട്ടാണ്. ഹ ഡവാർ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡവാറിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് ഒരു ദിവസം മനസ്സിലാക്കാം. ഓക്കെ. അതായത് എബ്രായ ലോക വീക്ഷണത്തിൽ വാക്ക് വെറും ഒരു ശബ്ദമല്ല, അത് അതിൻ്റെ ഒരു സത്തയാണ്, എസൻസ് ആണ്. അതായത് അതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകളിലെ വളരെ വ്യത്യസ്തമായ തരത്തിൽ എബ്രായ ഭാഷ വേറിട്ടും മുന്നിട്ടും നിൽക്കുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് നമുക്ക് ഒരു പദമെടുക്കാം, ബറഷീത്ത്. ആദ്യത്തെ വാക്ക് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം, ആ ഉൽപ്പത്തി എന്ന് എഴുതിയിരിക്കുന്ന വാക്കാണ് ബറഷീത്ത്. ഈ ബറഷീത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ വിവിധ തരത്തിലുള്ള തട്ടായിട്ട് തന്നെയുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മളിപ്പോ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എബ്രായ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, വളരെ സസൂക്ഷ്മമായിട്ട്. ബ എന്നുള്ള ഒരു അക്ഷരം പഠിക്കുമ്പോൾ അതിന് ഒരു വിലയുണ്ട്, ഒരു ഗമറ്റേറിയ വാല്യൂ ഉണ്ട്, ഒരു ചിത്രാക്ഷര അർത്ഥമുണ്ട്, ഒരു പിക്ചർ വേർഡ് മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥമുണ്ട്. ഇത് മൂന്നും. അത് കഴിഞ്ഞിട്ട് ശബ്ദമുണ്ട്. ഇതെങ്ങനെയാണ്? ബറഷീത്ത് അല്ലെങ്കിൽ എന്നുള്ള ആ പദത്തിന്റെ എന്നുള്ള അത് പഠിക്കുമ്പോൾ നമ്മൾ ബെയ്ത്ത് അല്ലെങ്കിൽ ബെത്ത് എന്നാണ് പഠിക്കുന്നത്. അപ്പൊ അതിനൊരു ശബ്ദമുണ്ട്, ബ. ഈ 4 കാര്യങ്ങളും നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഈ എബ്രായ ഭാഷ പഠിക്കുമ്പോൾ ഓർത്തു വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം പറയാം. എബ്രായ ഭാഷയുടെ അകത്ത് നമ്മൾ എബ്രായ ഭാഷ പഠിക്കുമ്പോൾ ഓരോ പദത്തിനും അതിനൊരു സിംബോളിക് ആയിട്ടുള്ളൊരു അർത്ഥമുണ്ട്. അതിൻ്റെ ഉള്ളില് ട്രോപ്പോഗ്രാഫിക്കലായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, ചരിത്രപരമായൊരു അർത്ഥമുണ്ട്, വസ്തുതാപരമായൊരു അർത്ഥമുണ്ട്. അങ്ങനെ വിവിധ തരത്തിൽ പരന്നു കിടക്കുന്നതാണ് എബ്രായ ഭാഷ. അപ്പൊ എബ്രായ ഭാഷ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ, നമ്മളിപ്പം ബൈബിളൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർക്കാറുണ്ട്. അതായത് ഓക്കെ, ഡിസംബറിന് മുൻപേ ചില ചർച്ചകൾ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ ജനുവരി 1 ഡിസംബർ 31 രാത്രി എല്ലാവരും ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞിട്ട്, പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ എല്ലാം വായിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോൾ നമ്മൾ പല സഹോദരിമാരത്തെ വിളിച്ചു, ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയോ ബൈബിൾ എന്നിങ്ങനെ പറയും. അപ്പോ ഈ ബൈബിൾ ഇങ്ങനെ വായിക്കും, പക്ഷേ അറ്റ് ദി എൻഡ് അതെല്ലാം കഴിഞ്ഞു തരുമ്പോൾ നമ്മൾ ചോദിക്കും, ഈ ന്യൂ ടെസ്റ്റ്മെന്റ് വായിച്ചപ്പോ, നിങ്ങൾ മാത്യു വായിച്ചപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ ബൈബിൾ വായിച്ചപ്പോ എന്ത് മനസ്സിലായി?
ഞങ്ങൾ ബൈബിൾ മൊത്തം വായിച്ചു. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവർ വർഷങ്ങളായിട്ട് ഇങ്ങനെ 40-72 തവണ ബൈബിൾ വായിക്കും. പക്ഷെ നമ്മൾ ചോദിക്കും, ആ ബൈബിളിന്റെ ഉള്ളില് നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞോട്ടെ. എബ്രായ ബൈബിൾ വായിക്കുമ്പോൾ അടുത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. എബ്രായ ബൈബിൾ എന്ന് നമ്മൾ എബ്രായ ഭാഷ പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ എബ്രായ ബൈബിൾ എന്ന് പറഞ്ഞത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ തന്നെ വായിക്കുമ്പോൾ അത് ആരോട് എപ്പോൾ സംസാരിച്ചു, എന്തിന് സംസാരിച്ചു, എങ്ങനെ സംസാരിച്ചു, എവിടെ വെച്ച് സംസാരിച്ചു എന്നതിനൊക്കെ വളരെ 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 അർത്ഥങ്ങളുണ്ട്. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചപ്പോൾ എവിടെ വെച്ച് സംസാരിച്ചു, എന്തിന് സംസാരിച്ചു, എന്തുകൊണ്ട് സംസാരിച്ചു, ഒരുപാട് തരത്തിലുള്ള ആ തരത്തിലായിരിക്കണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ വാക്കുകൾക്കും ഈ എബ്രായ അർത്ഥങ്ങൾക്കും അതേപോലെ തന്നെ അർത്ഥവിശാലതയുണ്ട്. കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ മനസ്സിലാക്കാനോട് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോ ഈ എബ്രായ ലോക വീക്ഷണം എന്ന് പറയുമ്പോൾ ആ തരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ, നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു പാഠമുണ്ട്. ആ പാഠം നിങ്ങൾ ശ്രദ്ധിക്കണം. യഹൂദൻ ആരാണ്, എബ്രായൻ ആരാണ് എന്നുള്ളൊരു പാഠമുണ്ട്. ആ പാഠം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, എബ്രായ അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുമ്പോൾ നിങ്ങൾ എബ്രായൻ ആരാണെന്നും യഹൂദൻ ആരാണെന്നും ആ ആ പഴയ നിയമത്തിലെ ഒരു യഹൂദന്റെ വേദശാസ്ത്രം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പുതിയ നിയമത്തിന്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിന്റെ അർത്ഥ തലങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 പുസ്തകങ്ങളുണ്ട്. 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, എബ്രായർക്ക് എഴുതിയ ലേഖനം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം. ഇതിന്റെയൊക്കെ അന്തസത്ത മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ചൊരു എബ്രായ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും, വളരെ നന്നായിരിക്കും. കാരണം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കൂടാരത്തെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. എന്താണ് കൂടാരം എന്ന് എബ്രായ ചിന്തയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ ആഴത്തിലുള്ള അർത്ഥം കിട്ടുക. ഓക്കെ, അപ്പൊ എബ്രായ ലോകവീക്ഷണത്തിൽ വാക്ക് വെറും ഒരു ശബ്ദമല്ല, അതൊരു സത്തയാണ്. വാക്കുകൾ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു. അപ്പോ സങ്കീർത്തനം 33:6 നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും, കർത്താവിന്റെ വചനത്താൽ ആകാശം സൃഷ്ടിക്കപ്പെട്ടു. കർത്താവിന്റെ വചനത്താൽ ആകാശം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഏത് വചനം? അപ്പോ എന്നെ സഹായിക്കാൻ ആർക്കെങ്കിലും ഒന്ന് കഴിയാമോ? ആ പദം, ആ വാക്ക്, അല്ലെങ്കിൽ ആ സങ്കീർത്തനം ഒന്ന് വായിക്കാൻ. ജയ അശോക്, പാസ്റ്റർ ജയ അശോകിന്റെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അമേൻ. അവന്റെ വായിലെ ആ ശബ്ദത്താൽ സകല, അത് മലയാളം ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ നമ്മള് എബ്രായ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ വായിൽ ഒരു ചെറിയ എന്നുള്ള ആ ഒരൊറ്റ ശബ്ദത്തിലാണ് എഹിയ എന്നുള്ളൊരു പദമാണ്. അതിൽ എന്നുള്ള ഒരൊറ്റ ശബ്ദത്തിൽ നിന്ന്, ആ ഒരു ചെറിയ ശബ്ദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ വിരിയപ്പെട്ടത്. ആ പ്രപഞ്ചത്തിലുള്ള സകല ദൂതഗണങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. അതിനുശേഷമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ബറഷിത്ത് ബാറാ യത്ത് എലോഹീം എത്ത് ശമായൻ. ഓക്കെ, നമ്മൾ അടുത്ത ബി എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത് എന്ത്, അല്ലെ? നമ്മൾ എന്തിനാണ് ഭാഷ ഉപയോഗിക്കുന്നത്? മനുഷ്യർ തമ്മിൽ ഉള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ, അതായത് ഹൃദയം ഹൃദയത്തോടും ആത്മാവ് ആത്മാവോടും സംവേദിക്കാനാണ് ഭാഷ ഉപയോഗിക്കപ്പെടുന്നത്. ആശയങ്ങൾ, കല, സംഗീതം, സംവിധാനങ്ങൾ, അങ്ങനെ പലതും സൃഷ്ടിക്കുവാൻ നമുക്ക് ഭാഷ ആവശ്യമാണ്. പക്ഷെ കാലക്രമേണ നമ്മൾ ഒരു ഹൗ ദ ലാംഗ്വേജ് ഫോംഡ്
എങ്ങനെ ഭാഷ രൂപാന്തരം പ്രാപിച്ചു എന്നതിൻ്റെ ഒരു ചരിത്രപരമായ പഠനം നടത്തുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? കാണുവാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ ഉദാഹരണത്തിന് ഒരു 25-40 വർഷങ്ങൾക്ക് മുൻപുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലേ? റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇന്ന് നമുക്ക് വളരെ ആധുനിക സംവിധാനം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടെ വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. പക്ഷെ പണ്ട് കാലങ്ങളിൽ അതെങ്ങനെയായിരുന്നു? അത് എഴുത്തു മാർഗമായിരുന്നു അല്ലേ? അപ്പൊ എഴുത്ത് വരാത്ത ഒരു കാലഘട്ടത്തിൽ എഴുത്തിന്റെ പ്രയോഗം അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട ലിപികൾ ഉണ്ടാവുന്നതിന് മുൻപ് മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യന്മാർ തമ്മിൽ അവർ സംവേദിച്ചിരുന്നു. ആ സംവേദനത്തിൽ എങ്ങനെയാണ് ഭാഷയുടെ ആശയം കൈമാറ്റം ചെയ്യപ്പെട്ടത്? അത് വാമൊഴിയാണ്. വാമൊഴിയാണ്. ഞാൻ ഈ പറയുന്ന വാമൊഴി എന്നുള്ള ആ പദം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം അതിന് കാരണമുണ്ട്. ഞാനത് പറയാൻ കാരണം ഓറൽ ട്രഡീഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. വാമൊഴി പാരമ്പര്യം നിലവിൽ നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ചിത്രങ്ങളുടെ രൂപീകരണമായിരുന്നു അത്. ചിത്രങ്ങളുടെ രൂപീകരണം. ഈ ചിത്രങ്ങളുടെ രൂപീകരണത്തിൽ നിന്നാണ് ഒരു ലിപി സമ്പ്രദായം രൂപപ്പെട്ടു പിന്നെ വരുന്നത്. ഞാൻ പറഞ്ഞു ചിത്ര സംവിധാനമുള്ള ലിപി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വാമൊഴി പാരമ്പര്യം എന്ന് പറഞ്ഞു. വാമൊഴി പാരമ്പര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ചിത്രലിപിയുടെ അല്ലെങ്കിൽ ചിത്രാക്ഷരത്തിന്റെ ഒരു കാലഘട്ടം കൂടി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് ലിപിയിലേക്കുള്ള ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മോർഫിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോ നമുക്ക് എന്തിനായിരുന്നു ഭാഷ കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം? അത് തിരുവെഴുത്തുകൾ, നമ്മൾ ഇന്ന് വായിക്കപ്പെടുന്ന തിരുവെഴുത്തുകൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ ഓർമ്മകൾ, ചരിത്രങ്ങൾ, ഇതെല്ലാം അടയാളപ്പെടുത്തി വെക്കുവാൻ ഭാഷ നമുക്ക് ആവശ്യമാണ്. എന്തിനാണ്? അത് അടുത്ത തലമുറയിലേക്ക്, അടുത്തൊരു കാലഘട്ടത്തിലേക്ക് കൈമാറ്റപ്പെടുവാൻ. അതേപോലെ തന്നെ ഭാഷ വളരെ ആവശ്യമായിരിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട് അല്ലേ? നമ്മളിവിടെ മലയാളം സംസാരിക്കുന്നു, മറ്റൊരു ദേശത്ത് മറ്റൊരു ഭാഷ സംസാരിക്കുന്നു. അപ്പോൾ ഒരു കോമൺ ലാംഗ്വേജിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ടായിരുന്നു. ഭൂമി ഉണ്ടായപ്പോൾ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അവിടെ ഒരു ഭാഷയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സമൂഹങ്ങൾ, കുടുംബങ്ങൾ, രാഷ്ട്രങ്ങൾ ഇവ തമ്മിൽ സഹകരിക്കാൻ ഭാഷ അത്യന്താപേക്ഷിതമാണ്. ഭാഷ മനുഷ്യബോധത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിത്തറയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഭാഷ മനുഷ്യബോധത്തിന്റെയും സംസ്കാരത്തിന്റെയും അടിത്തറയാണ്. ഭാഷയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഭാഷയില്ല. നമ്മൾ എങ്ങനെ ആശയവിനിമയം നടത്തും? നമ്മൾ എങ്ങനെ സംവേദിക്കും? നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, ഇച്ഛകൾ, അതേപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള പ്രവൃത്തികളുടെ പ്ലാനുകൾ, പദ്ധതികൾ, ഇവ എങ്ങനെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും ഒരു ഭാഷയില്ലെങ്കിൽ? അപ്പൊ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും പൊട്ടിമുളച്ചതാണ് ഭാഷ. അപ്പോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യന് ഭാഷ ഉണ്ടായി. അപ്പോൾ മനുഷ്യന് ഭാഷ ഉണ്ടായി. മനുഷ്യന് എവിടുന്നാണ് ഈ ഭാഷ ലഭിച്ചത്? അത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഭാഷ എങ്ങനെ രൂപപ്പെട്ടു? അടുത്ത പോയിന്റ് സി എന്ന് എഴുതിയിട്ട് ഭാഷ എങ്ങനെ രൂപപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട 3 വീക്ഷണങ്ങളുണ്ട്. നമ്മളതില് ആ 3 വീക്ഷണങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. 1 ശാസ്ത്രീയ വീക്ഷണം, 2 ഭാഷാ വീക്ഷണം, 1 ബൈബിൾ ആത്മീയ വീക്ഷണം. ഈ ഭാഗത്തു കൂടെയാണ് നമ്മൾ എബ്രായ ഭാഷയിലേക്ക് പതുക്കെ ചൂടുകൾ വെച്ച് കയറുന്നത്. അപ്പോൾ നമുക്ക് ശാസ്ത്രീയ വീക്ഷണം ആദ്യം നോക്കിയിട്ട് വരും. അപ്പൊ എന്താണ് ശാസ്ത്രീയ വീക്ഷണം? അതിജീവന ആവശ്യങ്ങൾ, വികാരങ്ങൾ, അമൂർത്തമായ ആശയങ്ങൾ എന്നിവ മനുഷ്യർക്ക് ആശയവിനിമയം നടത്തേണ്ടതിനാൽ
ഭാഷ കാലക്രമേണ പരിണമിച്ചു. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, മനുഷ്യൻ നമ്മള് നമ്മുടെ സെക്കുലർ ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യൻ ഗുഹാജീവിയായി തന്റെ ജീവിതം ആരംഭിച്ചു. താൻ ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ചരിച്ചിരുന്ന ഒരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ആശയങ്ങളെ പകർത്തി വെക്കുവാൻ, അത് മനുഷ്യന്റെ ഉള്ളിലെ നൈസർഗികമായ, മനുഷ്യന്റെ ഉള്ളിലെ വളരെ ആ മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. മനുഷ്യന്റെ ചിന്തകളിൽ രൂപപ്പെട്ടു വരുന്ന ആശയങ്ങളെ അവനത് ക്രോഡീകരിച്ച് എന്തു ചെയ്തു? അവൻ പതുക്കെ പതുക്കെ വരച്ചു തുടങ്ങി. അപ്പോൾ ആർക്കിയോളജിക്കലായിട്ട് നമ്മുടെ മുമ്പിൽ ഡിസ്കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗുഹാചിത്രങ്ങൾ, അതായത് ഒരു മൃഗത്തിന് പുറകിൽ ഓടുന്ന ഒരു മനുഷ്യൻ, കുന്തമെറിയുന്ന മനുഷ്യൻ, പിന്നെ ഒരു കൂട്ടം മനുഷ്യർ, മാനിന്റെ പടം, അങ്ങനെ ഒരുപാട് നമ്മൾ സ്കൂളിലൊക്കെ അതങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ മനുഷ്യന്റെ ആശയവിനിമയം ഒരു ശബ്ദങ്ങളായിരുന്നു. ശബ്ദങ്ങൾ രൂപപ്പെട്ട് ആ ശബ്ദങ്ങൾ എന്തായിട്ട് മാറി? ഒരു പ്രത്യേക തരത്തിൽ ആശയവിനിമയം നടത്തേണ്ട ഒരു ഭാഷാ രൂപമായി രൂപപ്പെട്ടു. അപ്പോ ഉദാഹരണത്തിന്, ഞാനും നമ്മുടെ കുറെ ഫ്രണ്ട്സുകളായിട്ട് ഒരു സ്ഥലത്ത് ഗുഹയിൽ താമസിക്കുന്നു. അപ്പോ ഞാൻ അവിടെ വരച്ചു വെക്കുന്നു കുറെ കാര്യങ്ങൾ. ഇവിടെ ഒരു നദി ഉണ്ടെന്നും ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും ഒക്കെ വരച്ചു വെക്കുന്നു. എന്നിട്ട് കുറെ കഴിയുമ്പോൾ, അന്ന് ആ കാലഘട്ടത്തിലെ മനുഷ്യൻ ഒരിടത്ത് സ്വസ്ഥമായി ഒരു സ്ഥലത്ത് മാത്രമായിരുന്നില്ല ജീവിക്കുന്നത്. അവർ പരദേശികളെ പോലെ ജീവിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാലഘട്ടം ജീവിച്ചു. അവർ അവിടുന്ന് കടന്നുപോയപ്പോ എന്റെ കൂട്ടത്തിലുള്ളവരും ഞങ്ങളും കുറച്ച് ആ ഗുഹയിൽ കുറെ ആ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ എല്ലാം വരച്ചു വെച്ചു. ഇന്ന ഇന്ന ജീവികളുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, നദിയുണ്ട്, പുഴയുണ്ട്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെല്ലാം വരച്ചു വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സജി പാസ്റ്ററിന്റെ ഒരു കൂട്ടം വന്നു. സജി പാസ്റ്റർ വന്നു, അവിടെ താമസിക്കുമ്പോൾ അവിടെ എപ്പോഴും ആ ഗുഹയിൽ ഇങ്ങനെ സസൂക്ഷ്മം നോക്കുമ്പോൾ കുറെ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കും. അപ്പൊ സജി പാസ്റ്ററിന് മനസ്സിലായി ഇവിടെ ഇന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഭാഷയുടെ രൂപാന്തരം പ്രാപിച്ചത്. അതാണ് ലിപിശാസ്ത്രം രൂപപ്പെട്ടത്. ആ ലിപിശാസ്ത്രത്തിലൂടെ ഒരു കൺവേബിളായി. അത് കഴിഞ്ഞിട്ട് സജി പാസ്റ്ററും കൂട്ടരും അവിടെ വേറെ കുറച്ച് ചിത്രങ്ങൾ വരച്ചു വെച്ചു. എന്നിട്ട് അവരും പോയി. അത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞാൻ ഈ ദേശത്ത് വന്നപ്പോൾ ഞാൻ വരച്ചു വെക്കാത്ത മറ്റൊരു ചിത്രം അവിടെ കണ്ടു. അപ്പോൾ ഞാനും അത് മനസ്സിലാക്കി. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പിന്നെ കാലക്രമേണ പതുക്കെ അതൊരു അതൊരു ഇച്ചിരി കൂടി ആഴമായിട്ടൊരു പഠനമാണ്. നമ്മൾ അതിലേക്ക് പോകുന്നത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു കഥാചിത്രം മറയ്ക്കുന്നത് പോലെ ഞാൻ പെട്ടെന്ന് മറിച്ചു വരാം. അങ്ങനെ ലിപിശാസ്ത്രം രൂപപ്പെട്ടു. ആ ലിപിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ലിപിയിലേക്കുള്ള ഒരു പരിണാമം. അത് എല്ലാ ഭാഷയിലും അതുണ്ട്. പിന്നെ ഭാഷാപരമായ, ദേശപരമായ, ചരിത്രപരമായ, സംസ്കാരപരമായ, മനുഷ്യന്റെ ആന്ത്രോപോളജി എല്ലാം ഘടകമാണ് ഈ ഭാഷ രൂപപ്പെട്ടു വരുന്നതിൽ നിന്ന്. അപ്പോ നമ്മൾ പഠിച്ചു ശാസ്ത്രീയമായ വീക്ഷണം, അതിൽ അതിജീവനത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അവന്റെ സറൗണ്ടിങ്സിന് എങ്ങനെ ആ പൊരുതി നിന്നതും തോറ്റുപോയതും വിജയിച്ചതുമായ കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തി. അവരുടെ വികാരങ്ങൾ, അമൂർത്തമായ ആശയങ്ങൾ, അതായത് ആ കാലഘട്ടത്തിൽ മനുഷ്യന് മൂർത്തവും അമൂർത്തവുമായ ആശയങ്ങളുണ്ട്. ആ രൂപപ്പെട്ടു വരുന്ന ഒരു സംസ്കാരത്തോടും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലോടും യോജിച്ച് രൂപപ്പെട്ടു വരുന്ന ആശയങ്ങളുണ്ട്. ആശയങ്ങളെല്ലാം അടയാളപ്പെടുത്തി വെക്കുവാനും എന്നിവ മറ്റ് മനുഷ്യർക്കും കൂടി അത് ആശയവിനിമയത്തിന് ഉപകാരമാകേണ്ടതിന് ഭാഷ കാലക്രമേണ പരിണമിച്ച് മാറും. അപ്പോൾ ശബ്ദങ്ങൾ വാക്കുകളായും വാക്കുകൾ വ്യാകരണമായും ഭാഷകൾ മുഴുവൻ നാഗരികത സ്വഭാവത്തിലേക്ക് മാറും. നാഗരികത അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ അടിത്തറയിലേക്ക്, ഒരു സിവിലൈസേഷന്റെ ബേസ്മെന്റിലേക്ക് ഇത് പാകപ്പെട്ട് വന്നു. എന്നോട് പറയാം, ശബ്ദങ്ങൾ വാക്കുകളായും വാക്കുകൾ വ്യാകരണമായും
ഭാഷകൾ മുഴുവനും നാഗരികതകളായി മാറി. അടുത്തത് 2, ഭാഷാ വീക്ഷണം എന്ന് എഴുതാം. ഭാഷ എന്നത് ശബ്ദശാസ്ത്രം, രൂപഘടന, വാക്യഘടന, അർത്ഥശാസ്ത്രം, അയോഗ്യത എന്നിവയുടെ ഒരു സംവിധാനമാണ് ഭാഷ എന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാഷ എന്നിട്ടിട്ട് ഇങ്ങനെ ഭാഷയുടെ താഴെ ആരോകൾ വരച്ച് 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 ഇതിനിങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഒരു പിക്ചർ കിട്ടും, നിങ്ങൾക്ക് തന്നെ ഒരു നല്ലൊരു പിക്ചർ കിട്ടും. ഭാഷ എന്നത് ശബ്ദശാസ്ത്രം, രൂപഘടന, വാക്യഘടന, വ്യാകരണം, അർത്ഥശാസ്ത്രം, പ്രായോഗികത എന്നിവയുടെ ഒരു സംവിധാനമാണ്. അപ്പോൾ നമ്മൾ ശബ്ദശാസ്ത്രം എന്നത് നമുക്ക് നോക്കാം. അത് ശബ്ദങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം മനുഷ്യൻ ഉണ്ടാക്കിയത് ഒരു ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങളിൽ ഒരു രൂപഘടന വന്നു, ഒരു പദഘടന വന്നു. ആ പദഘടനയിൽ നിന്നും അതിനെ വാക്യഘടനയിലോട്ട് വന്നു. ഈ വാക്യഘടനയിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്? നമുക്കിങ്ങനെ പറയാം, ഈ വാക്യഘടനയില്ലാത്ത ഒരു 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 വാക്ക് ഞാൻ പറയാം. വെള്ളം സജി കുടിക്കണം ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിനകത്ത് ഒരു അർത്ഥവുമില്ല. അപ്പം ഞാനിങ്ങനെ പറയാണ്, സജി പാസ്റ്ററെ എനിക്ക് വെള്ളം വേണം കുടിക്കാൻ. ഇത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ ആ ഒരു രൂപഘടനയിൽ നിന്നും വാക്യഘടനയിലേക്ക് ഭാഷ മാറി. അത് കഴിഞ്ഞ് വാക്യഘടന വരുമ്പോൾ എന്ത് പറയണം? വ്യാകരണം പറയണം, അല്ലെ? പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭാഷ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യാകരണം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കർമ്മം, ക്രിയ, കർത്താവ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. വ്യാകരണത്തിന്റെ ഒരു ബേസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അർത്ഥശാസ്ത്രമാണ്, അല്ലെ? അർത്ഥങ്ങളെ ധ്വനിപ്പിക്കണം ഭാഷയിലൂടെ, അതുണ്ടാവും. പിന്നെ അതിന് പ്രായോഗികത, എപ്പോൾ, എവിടെ, ആര്, എങ്ങനെ, എന്തു പറഞ്ഞു, എങ്ങനെ എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ള ആ പ്രായോഗികതയിലുള്ള ആ സന്ദർഭത്തിലുള്ള ഒരു വാക്യ അല്ലെങ്കിൽ ഭാഷാഘടന അവിടെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്നുള്ള ഒരു കാര്യമാണ് ഭാഷ എന്ന സംവിധാനം. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. മൂന്നാമത്തെ. ഈ മൂന്നാമത്തെ പോയിന്റ് മുതലാണ് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചതും ഇത്രയും നേരം നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്തതും ആ ഭാഷയെ കുറിച്ചിട്ടുള്ള ഒരു ആമുഖമായിട്ടുള്ളൊരു പഠനമാണ്. അപ്പോൾ ബൈബിൾ ആത്മീയ വീക്ഷണത്തിൽ നമ്മൾ ഇനി നമ്മുടെ ഭാഷയെ നമ്മൾ ഒരു ആത്മീയമായ വീക്ഷണത്തിലൂടെ ബൈബിളിലൂടെയാണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. അപ്പോ ഭാഷ നമ്മളൊരു സെക്കുലർ ഒരു ചിന്താഗതിയിൽ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിളിന് പുറത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് ഒരു ആശയവിനിമയത്തിനൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മളൊരു ആത്മീയ തലത്തിലേക്ക് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാം കിട്ടിയ ഭാഷ ഒരു ദൈവത്തിന്റെ ദിവ്യമായ ദാനമാണ്, അല്ലെ? നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമ്മുടെ ദൈവത്തോട് സംസാരിക്കുവാനും നമ്മുടെ ആശയങ്ങൾ ദൈവത്തിനോട് കൈമാറുവാനും ഒക്കെയുള്ള ഒരു ദിവ്യമായ ദാനമാണ് നമ്മുടെ ഭാഷ. ഓക്കെ, അപ്പോ ഈ ലോകത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചു. മനുഷ്യന് ആവശ്യമുള്ള സകലതും ഈ ഭൂമിയിൽ ദൈവം നിറച്ചു. എന്നിട്ട് നമുക്ക് ഉൽപ്പത്തി 2:7 നമുക്ക് കാണുവാൻ കഴിയും, ദൈവമായ കർത്താവ് നിലത്തെ പൂട്ടിക്കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു, അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം മോദി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദൈവം ആദാമിൽ ഊതിയപ്പോൾ ശ്വാസത്തോടൊപ്പം ഭാഷയും വന്നു. അപ്പോ ദൈവം എന്താണ് ഊതിയത്? ജീവശ്വാസം. ആ ജീവശ്വാസത്തിന് ഒരു പേരുണ്ട്, റുഹ. ആത്മാവ്, കാറ്റ്, ശ്വാസം എന്നിവയാണ് ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു കാറ്റ്. നമുക്കത് ബൈബിൾ നമ്മുടെ ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് വായിക്കാൻ കഴിയും.
ദൈവത്തിന്റെ ആത്മാവ് ജലത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് മലയാള ബൈബിളിലുള്ളത്. എന്നാൽ ഇബ്രായ ബൈബിളിൽ ആ പദത്തിന് റൂഹ എന്നാണ് പറയുന്നത്. റൂഹ. അപ്പോ ആദാം ജനിക്കുന്നതിന് മുൻപേ, ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം സംസാരിച്ചു. അപ്പൊ ദൈവം ഒരു ഭാഷ സംസാരിച്ചു. അപ്പൊ വളരെ വലിയ തർക്കങ്ങളുണ്ട്. അപ്പൊ ദൈവം ഏത് ഭാഷ സംസാരിച്ചു? ദൈവം അറബി സംസാരിച്ചോ? ദൈവം ഇംഗ്ലീഷ് സംസാരിച്ചോ? അത് ദൈവത്തിൻ്റെതായ ഒരു ഭാഷയുണ്ടോ എന്നൊക്കെയുള്ള ഒരു വളരെ വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ചോദ്യം. എവിടെ, ഏത് വാക്യത്തിലുണ്ട്, എവിടെയാണ് ആ വാക്യം കിടക്കുന്നത് എന്നൊക്കെ നമുക്ക് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ചുരുളുകൾ, നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന നമ്മളുടെ പാരമ്പര്യം എല്ലാം വെച്ച് നോക്കുമ്പോൾ പഴയ നിയമം എഴുതപ്പെട്ടത് ഇബ്രായ ബൈബിളിലാണെന്ന് നമ്മൾ പഠിക്കുന്നു. അതിന്റെ തെളിവുകളെല്ലാം നമുക്ക് ഉണ്ട് മുമ്പിൽ. അപ്പോ ഈ എബ്രായ ബൈബിള് തുടങ്ങുമ്പോൾ ബരഷിത്ത് ബാറ യത് എലോഹിം എത്ത് ഷമായിം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ യത്ത് എന്നൊരു പദമുണ്ട്, ആലഫ് തൗ. ഈ ആലഫും തൗവും കൂടെ ചേർന്നാണ് ഈ പദം ഉണ്ടായിരിക്കുന്നത്, യത്ത് എന്നുള്ള പദം. അതൊരു പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണത്. അപ്പോ യഹൂദ വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലുള്ള ഒരു അഭിപ്രായം ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നു. അതിന് വിവിധ തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്, ദൈവികമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ യത്തിന്. എന്നാൽ ഒരർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. ദൈവം ആലഫ് മുതൽ തൗ വരെ 22 അക്ഷരങ്ങളാണ് ആദ്യം ഉണ്ടാക്കിയത്. ദൈവം 22 അക്ഷരങ്ങൾ, 22 ബ്ലോക്സ് ലെറ്റർ ആദ്യം ഉണ്ടാക്കിയിട്ട് ആ ബ്ലോക്കിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് അതിൽ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരു മർമ്മമാണ്. ഇതിനെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു പഠനം തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ടൈം പറഞ്ഞത്, ആ ഒരു ഫ്രെയിം ഞാൻ പറഞ്ഞത്. അതായത് ദൈവം ആലഫ് മുതൽ തൗ വരെയുള്ള ഒരു ബ്ലോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്ലോക്സിന്റെ മുകളിലാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിർത്തിയിരിക്കുന്നത്. ഈ ബ്ലോക്കുകൾ, ആലഫ് മുതൽ തൗ വരെയുള്ള ബ്ലോക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യഹോശുവയെ കാണിക്കുന്നതാണ്. ഓരോ 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 ബ്ലോക്കുകളും. കൊലോസിയരുടെ ലേഖനത്തില് അതുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തേല് അത് പറയുന്നുണ്ട്. അത് മലയാളത്തിലായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വായിക്കുന്നത്. അത് എബ്രായ ഭാഷയിൽ അത് വായിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ കഴിയുന്നത്. ഓക്കെ. ആദം യഥാർത്ഥത്തിൽ ദിവ്യഭാഷ സംസാരിച്ചു. പലരും അത് എബ്രായ ഭാഷയാണെന്ന് വിശ്വസിക്കുന്നു. ഈ പലരും എന്ന് പറയുന്നത് നമ്മൾ വേദപഠിതാക്കളായതുകൊണ്ട് നമ്മൾ അത് വിശ്വസിക്കുന്നു. ഓക്കെ. മറ്റു ചിലർ വിശ്വസിക്കുന്നില്ല. എനിക്ക് പലപ്പോഴും ക്ലാസ് എടുത്തപ്പോഴൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് തെളിവ് എവിടെ ഉണ്ട്? ആദാം ഇത് തന്നെയാണ് സംസാരിച്ചത്. അപ്പൊ അത് സംസാരിക്കാനുള്ളൊരു കാരണം, അത് തെളിവായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നതിൻ്റെ ഒരു കാരണം, ഒരു എബ്രായ ഭാഷ പഠിതാവ് എന്നുള്ള നിലയിലും അത് മനസ്സിലാക്കാൻ, ഈ ഭാഷയെ കൂടുതൽ അടുത്ത് അറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും, ഈ മൃഗങ്ങളെയും ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആദാമിന്റെ മുന്നിലേക്ക് ഈ ഓരോ മൃഗങ്ങളെയും കൊണ്ട് മുന്നോട്ട് വന്നു. അപ്പോ ആദാം, നമുക്ക് മനസ്സിലാക്കാം, ആദാമിന് ആ സമയത്ത് പാപമില്ല, പാപബോധമില്ല. ഒരു വളരെ നിഷ്കാമ യുഗത്തിൽ ജീവിച്ച, നിഷ്കളങ്ക യുഗത്തിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ ആ ദൈവസ്വരൂപത്തിൽ, ദൈവത്തിന്റെ ആ ശക്തിയിലും ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഷെക്കൈനയിലും ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്
ആദാം ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളെയും നോക്കിക്കണ്ടത് വെറുതെ ചുമ്മാതെ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് പോലെയല്ല. അവൻ നോക്കുമ്പോൾ ആ വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ, ആ പക്ഷിയുടെ, അല്ലെങ്കിൽ ആ പദാർത്ഥത്തിന്റെ, ആ മൂലകത്തിന്റെ DNA നോക്കുന്നത്. DNA ആദാം നോക്കിയത്. ആദാം ആ DNA നോക്കിയിട്ടാണ് പേരിട്ടത്. ഉദാഹരണത്തിന് ആദാം ഒരു നായ്ക്കുട്ടിയെ കണ്ടു. നായ്ക്കുട്ടിയെ കണ്ടപ്പോ അതിന് കേലവ് എന്ന് വിളിച്ചു. അപ്രകാരം ഹൃദയമുള്ള എന്നൊരർത്ഥമാണ് അതിനുള്ളത്. മനുഷ്യന്റെ ഹൃദയപ്രകാരം ഉള്ള ഒരു ജീവിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു മൃഗമായിട്ടാണ് നായ്ക്കുട്ടിയെ കണ്ടത്, അന്നത് വിളിച്ചത്. അതേപോലെ തന്നെ വെള്ളത്തെ നോക്കിയിട്ട് മെം എന്ന് വിളിച്ചു. അതിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ ആദാം നോക്കി അതിനെ വിളിച്ചു, ആ DNA നോക്കിയിട്ടാണ് വിളിച്ചത്. അതുകൊണ്ട് അത് ഇന്നേ വരെയും അത് അങ്ങനെ തന്നെയായിട്ടിരിക്കുന്നു. എബ്രായ ഭാഷയിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാവുള്ളൂ. ഇനി നിങ്ങളുടെ ചിന്തകൾ മുഴുവനും എബ്രായ ഭാഷയുടെ ആ പെരിമീറ്ററിലായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിലായിരിക്കണം. അത് മലയാളത്തിൽ നിന്നിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നിട്ട് എബ്രായ ഭാഷയുടെ നോക്കി പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നമുക്ക് പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ, അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് തന്നെ യഹൂദന്മാരായിരുന്നു. സെപ്റ്റജന്റ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അവർ തന്നെ ആയിരുന്നു. അവർ അതിൻ്റെ അകത്ത് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നു. കാരണം ട്രാൻസ്ലേഷൻ വ്യക്തമായിട്ട് തന്നെ അന്ന് ചെയ്തിട്ടില്ല. ചില അർത്ഥങ്ങളെ അവർ മാറ്റിക്കളഞ്ഞു, ചില വാക്കുകളെ ഒഴിവാക്കി കളഞ്ഞു. അതിന് കാരണങ്ങളുമുണ്ട്. കാരണം ഒരു ഭാഷയിലും ഇപ്പോൾ എന്നുള്ളൊരു ഭാഷ അതിന് ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അതേ കണക്ക് എബ്രായ ഭാഷയിൽ നിരവധി 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 പദങ്ങളും ഉണ്ട്. അതിന് കൃത്യമായ ഒരു ട്രാൻസ്ലേഷൻ, അതിന്റെ അർത്ഥവ്യാപ്തിയോടെയുള്ള ഒരു ട്രാൻസ്ലേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല, ഒരു ഭാഷയ്ക്കും അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയ്ക്കും വ്യാപ്തിയുണ്ട് ആ ഭാഷയുടെ അർത്ഥത്തിന്. ഞാൻ പറഞ്ഞല്ലോ, പല പല ഘടകങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് എബ്രായ ഭാഷ, അല്ലെങ്കിൽ സെമറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദാം യഥാർത്ഥ ദിവ്യഭാഷ സംസാരിച്ചു. പലരും അത് എബ്രായ ഭാഷയാണെന്ന് വിശ്വസിച്ചു. മൃഗങ്ങൾക്ക് അവയുടെ സത്തയുമായി പ്രതിധ്വനിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് പേരിട്ടു. ഞാൻ നേരത്തെ അതിന്റെ ഉദാഹരണം സഹിതം ഞാനിത് പറഞ്ഞു. അപ്പോ അതാണ് ഈ വിശുദ്ധമായ ഭാഷയുടെ ഒരു ശക്തി. അത് ഏതനിക്ക് ഭാഷയാണ്. ഏതനിക്ക് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയി. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു ഭാഷയാണ് ഏതനിക് ലാംഗ്വേജ്. ബിക്കോസ് വി സിൻഡ്, അവർ ഫോർ ഫാദേഴ്സ്, നമ്മുടെ പൂർവ്വ പിതാവ് തെറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് ആ ഭാഷ ദൈവവുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു ലാംഗ്വേജിൽ നിന്ന് നമ്മൾ കട്ടായിപ്പോയി. ആ ലാംഗ്വേജിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഭാഷയെ ഒരു പ്രവചന വാക്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് പഠിക്കാനായിട്ട് ഇന്ന് നിൽക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് അടുത്ത ടൈറ്റിൽ എഴുതാം, ഹീബ്രു, ആദ്യത്തെ പവിത്രമായ ഭാഷ. ഹീബ്രു ഒരു പുരാതനമായ ഭാഷ മാത്രമല്ല, അത് ശാശ്വതമായിട്ടുള്ള ഒരു ഭാഷയാണ്. അപ്പോ ഹീബ്രു ഭാഷയുടെ പ്രത്യേകതകൾ ഞാൻ പറയാം. തുടക്കത്തിൽ ഞാൻ അത് ഓർമ്മിപ്പിച്ചു, എന്നാൽ ഒന്നും കൂടി ഞാനത് ഓർമ്മിപ്പിക്കാം. ഹീബ്രു എന്ന ലാംഗ്വേജ്, അല്ലെങ്കിൽ ആ ഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിത്രലിപി, ഓരോ അക്ഷരവും യഥാർത്ഥത്തിൽ ഒരു പ്രതീകമാണ്. ആ പ്രതീകം, ഇപ്പൊ നിങ്ങൾ ആലഫ് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു കാളത്തല കാണാം. ബെയ്ത്ത് എന്നുള്ള അക്ഷരം പഠിക്കുമ്പോൾ അത് വീടിന്റെ ചിഹ്നമായിട്ട് നിങ്ങൾക്ക് കാണാം. ഗിമൽ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വ്യക്തി മുന്നോട്ട് നടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
അതേപോലെ തന്നെ ഗിമലിന്റെ അകത്ത് നിങ്ങൾക്കൊരു ഒട്ടകത്തെ കാണുവാൻ പറ്റും. അപ്പോൾ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ഒരു പ്രതീകത്തെ വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ബൈബിളിലൂടെ ഈ ഭാഷയെ നോക്കിക്കാണുമ്പോൾ ഈ അക്ഷരങ്ങൾ ഓരോന്നും യഹോശുവ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിലൂടെയാണ് നമ്മൾ അത് നോക്കി പഠിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ, ഞാനിപ്പോൾ ചിന്തയിൽ വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. യോഹന്നാൻ എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? ഞാൻ ആ സന്ദർഭം പറയാം. 1-ാം അധ്യായത്തിൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുവനെ കണ്ടു. എന്നിട്ട് ആ ഒരുവൻ യോഹന്നാനോട് സംസാരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈക്ക് ഓണാക്കാൻ പറ്റുമെങ്കിൽ ഓണാക്കിയിട്ട് ഞാൻ ഈ ചോദിച്ച ആ ഒരൊറ്റ ചോദ്യം പറയാം. കാരണം ഇടയ്ക്കൊരു ഇന്ററാക്ഷൻ നല്ലതാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന്. മെറോജ് സാറിന് പറയാം, ടിവിൻസയ്ക്ക് പറയാം, അതേപോലെ വിവേകാനന്ദൻ സാറിന് പറയാം. ആരാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവർ കൈ പൊക്കിയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. സജി പാസ്റ്റിനും പറയാം. യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ യോഹന്നാൻ ഒരു കാര്യം അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊന്നുകൂടെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയാൻ പോകുന്നത്. ആർക്കാണ് പറയാൻ താല്പര്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ താല്പര്യം? കൈ ഒന്ന് പൊക്കാമോ? ആരുമില്ല. ഞാൻ പറഞ്ഞത് വെളിപ്പാട് പുസ്തകത്തിന്റെ കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഓക്കെ, പാസ്റ്റിന് പറയാൻ പറ്റുമോ? സജി പാസ്റ്റിന് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഞാൻ ആൽഫയും ഒമേഗയുമാണ് എന്നുള്ള ഒരു വാക്യമില്ലേ, ആ വാക്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ വരുന്നത്. അവിടെ നമുക്ക് കാണുവാൻ പറ്റും ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥത്തിൽ ആൽഫയും ഒമേഗയും എന്നല്ല എഴുതിയിരിക്കുന്നത്. കാരണം യോഹന്നാൻ ആരായിരുന്നു? യോഹന്നാൻ ഒരു എബ്രായനായിരുന്നു, യഹൂദനായിരുന്നു. യോഹന്നാൻ ഗ്രീക്കുകാരനല്ല. യോഹന്നാൻ ഗ്രീക്കും അല്ല എഴുതിയത്. യോഹന്നാൻ ഗ്രീക്കും അല്ല സംസാരിച്ചത്. അതിനും വളരെ തെളിവുകളുണ്ട്. വെളിപ്പാട് പുസ്തകം എബ്രായ ഭാഷയിൽ തന്നെയാണ് എഴുതിയത്. കാരണം ദാനിയേൽ പ്രവചനം നിങ്ങൾ നോക്കൂ, സക്രിയ പ്രവചനം നോക്കൂ, മീക, നാഹു, ഇവരൊക്കെ എബ്രായന്മാരാണ്. ഇവരൊക്കെ എബ്രായ ഭാഷയിലാണ് എഴുതിയത്. ആ ലാംഗ്വേജ് നിങ്ങൾ നോക്കൂ, അപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, സൈൻ ലാംഗ്വേജ് ആണ്. അതേ ലാംഗ്വേജിൽ തന്നെയാണ് യോഹന്നാനും വെളിപ്പാട് പുസ്തകം എഴുതിയിരിക്കുന്നത്. കോഡുകളാണ്, നിറയെ 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 കോഡുകളാണ്. ഈ കോഡുകളെ പൊട്ടിച്ച് പൊട്ടിച്ച് അത് തുറന്ന് തുറന്ന് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ദിവ്യ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ചല്ല നമ്മളിവിടെ പഠിക്കുന്നത്, നമ്മൾ എബ്രായ ഭാഷ. അപ്പോൾ ഇവിടെ വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ആലഫ് തൗ ആണ്. അത് യോഹന്നാൻ കേട്ടപ്പോൾ യോഹന്നാൻ അത് മനസ്സിലായി. യോഹന്നാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? അവന് വണങ്ങി. കാരണം ഞാൻ പറഞ്ഞുതരാം. എബ്രായ ബാലന്മാര് ചെറിയ പ്രായത്തിൽ തന്നെ അവർ സ്കൂളിൽ പോയിട്ട് എബ്രായ വേദ പഠനം പഠിക്കും. അവർ പഠിക്കുമ്പോൾ ആലഫ് മുതൽ തൗ വരെയുള്ള ഈ മുഴുവൻ അക്ഷരങ്ങളും പഠിക്കുമ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം അവരുടെ മിശിഹായെ കുറിച്ചുള്ള ഒരു പഠനമാണെന്ന് അവർ പഠിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ അവിടെ ആലഫ് തൗ എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം തൻ്റെ മിശിഹായെ കുറിച്ചിട്ടുള്ള എല്ലാ പഠനങ്ങളും അവിടെ ആ ഒറ്റ വാക്കിൽ, ആ ഒറ്റ ചിത്രത്തിൽ കണ്ടു. കാരണം ഞാൻ തുടക്കമേ പറഞ്ഞു, ദൈവം ആദ്യമേ ബറഷിത്ത് ബാര യത്ത് എന്ന് പറഞ്ഞപ്പോൾ 22 അക്ഷരങ്ങൾ കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആ 22 ലോക സൃഷ്ടിയിലും ആ പ്രതീകങ്ങളുണ്ട്, മിശിഹായെ കുറിച്ചിട്ടുള്ള പ്രതീകങ്ങളുണ്ട്. ആ പ്രതീകങ്ങളാണ് ഇവിടെ യോഹന്നാന്റെ ഹൃദയത്തിൽ നിന്നും വന്നതും യോഹന്നാൻ അവൻ ആദ്യനും അന്ത്യനും എന്ന് എഴുതിയത്. നമ്മൾ ആലഫിൽ ആദ്യനെ കുറിച്ച് പഠിക്കുന്നു. തൗ എന്ന അക്ഷരം പഠിക്കുമ്പോൾ
അതിൽ അന്ത്യനെ കുറിച്ച് പഠിക്കുന്നു. യേശു കർത്താവിൽ തുടങ്ങി യേശു കർത്താവിൽ അവസാനിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതവും ഈ ലോകത്തിന്റെ തന്നെ ജീവിതം. ഓക്കെ, അപ്പോ ഞാനത് പറഞ്ഞത് കുറച്ചു ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ അക്ഷരത്തിനും ഒരു ഗമറ്റേറിയ വാല്യൂ ഉണ്ട്, ഗണിതശാസ്ത്രപരമായ ഒരർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഓരോ അക്ഷരത്തിനും പ്രവചനാത്മകമായിട്ടുള്ള ഒരു പാളിയുണ്ട്. നമ്മൾ അത് നമ്മുടെ ആലഫ് മുതൽ പഠിച്ചു വരുമ്പോൾ പ്രവചന പാളി അല്ലെങ്കിൽ പ്രോഫറ്റിക് ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങിൽ നമ്മൾ ഓരോ അക്ഷരത്തെയും പഠിക്കും. അപ്പോൾ ഓരോ വാക്കിലും പാളികളുള്ള അർത്ഥമടങ്ങിയിരിക്കുന്നു. അതേപോലെ തന്നെ ഓരോ വാക്കിനും തിരുവചനവുമായി ബന്ധപ്പെട്ട ഒരു സൃഷ്ടിയുടെ ഭാഷ അല്ലെങ്കിൽ യഹോശുവയെ കുറിച്ചിട്ടുള്ള ദൈവത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ചിട്ടുള്ള ഒരു ആത്മീയ അർത്ഥവും കൂടി ഓരോ വാക്കിനുമുണ്ട്. ഉദാഹരണം, ബൈബിളിലെ ആദ്യ വാക്ക് ബറഷീത്ത് എന്നുള്ള പദം, ആദിയിൽ എന്നാണ് നമ്മൾ അതിനെ വായിക്കുന്നത്. അതിനെ അക്ഷരമായി വിഭജിക്കുക, അത് ഉൽപ്പത്തി 1:1 ഉൾച്ചേർത്ത ഒരു വാക്യമാണ്. അത് മുഴുവൻ ബൈബിൾ എന്താണെന്ന് ആ ഒറ്റ വാക്കിൽ ഉണ്ട്. അത് സുവിശേഷത്തെ വെളിപ്പെടുത്തുന്നു, അത് നമ്മുടെ യഹോശുവയെ വെളിപ്പെടുത്തുന്നു. ഇത് വെറും യാദൃച്ഛികമല്ല, ഇത് ദൈവികമായ രൂപകൽപ്പനയാണ്. നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകാം. നിങ്ങൾ എഴുതിക്കോളൂ. ഹീബ്രു ഇപ്പോഴും പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? എബ്രായ ഭാഷ ഇപ്പോഴും എന്തുകൊണ്ടാണ് പ്രധാനമായിരിക്കുന്നത്? ദൈവം സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുവാൻ ഉപയോഗിച്ച ഭാഷയാണ് എബ്രായ ഭാഷ. ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന്റെ യഥാർത്ഥ സ്പന്ദനങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. ദൈവം സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷയാണ്. ദൈവത്തിന്റെ വെളിപ്പെടുത്തലിന്റെ യഥാർത്ഥ സ്പന്ദനങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. പ്രവാചകന്മാർ അത് കേട്ടു, ദാവീദ് അതിനെ ഏറ്റുപാടി, മോശ അത് എഴുതി എന്നതാണ് അതിന്റെ യഥാർത്ഥമായ രൂപം. പുതിയ നിയമം അത് ഉദ്ധരിച്ചു. അത് എന്ന് പറയുമ്പോൾ പുതിയ നിയമം എബ്രായ ഭാഷ ഉദ്ധരിച്ചു. യഹോശുവ, വാഴ്ത്തപ്പെട്ട കർത്താവ്, എബ്രായ ഭാഷയിൽ വേരൂന്നിയ അരാമിക്ക് സംസാരിച്ചു. എബ്രായ ഭാഷ മരിച്ചിട്ടില്ല. ഇന്നും നിങ്ങളിലൂടെ നിങ്ങളത് കേട്ട് പഠിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള അന്വേഷകരുടെ ഹൃദയങ്ങളിൽ അത് എബ്രായ ഭാഷ ഉയർത്തെഴുന്നേൽക്കുന്നു. നമുക്ക് സെഫനിയാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ, അപ്പോൾ ഞാൻ എൻ്റെ ജനത്തിന് ഒരു ശുദ്ധമായ ഭാഷ പുനഃസ്ഥാപിക്കും, അവരെല്ലാവരും കർത്താവിന്റെ നാമം എന്നും എന്നേക്കും വിളിച്ചപേക്ഷിക്കട്ടെ. എബ്രായ ഭാഷ ദൈവം പുനഃസ്ഥാപിക്കുന്ന ശുദ്ധമായ അരുവിയാണ്. അത് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആളുകളെ ഏദനിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ശുദ്ധമായ ഭാഷയിലേക്ക് തിരികെ ക്ഷണിക്കുന്നതിന് തുല്യമാണ്. ആദ്യം ദൈവം സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ മന്ത്രിപ്പ് കേൾക്കുവാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ ആ മന്ത്രിപ്പിന്റെ വിശുദ്ധമായ ഭാഷയിൽ നിന്നും അവൻ പാപം ചെയ്തപ്പോൾ വിട്ടുപോയി. നമുക്ക് ഈ സെഗ്മെന്റിന്റെ അവസാനത്തെ ചില കാര്യങ്ങളിലേക്ക് വരാം. ഒരു കീ പോയിന്റ്, നമ്മൾ ഇത്രയും നേരം കേട്ടതും പഠിച്ചതുമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ കീ പോയിന്റ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഭാഷ ഒരു ഗോവണിയാണ്. അതായത് യാക്കോബിന്റെ ഒരു ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ യാക്കോബ് കാണുന്ന ഒരു സ്വപ്നമുണ്ട്. സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു ഗോവണി, മാലാഹമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന ഒരു ഗോവണി. അതെന്ന് പറയുന്നത് എബ്രായ ഭാഷയാണ്. ആ ഗോവണി, അതിലെ ഓരോ അക്ഷരവും ഓരോ പടികളാണ്. അതിൽ കയറുക, നിങ്ങൾ സ്വർഗത്തെ കേൾക്കും.
നിങ്ങൾ വെറും ഒരു ഭാഷ പഠിക്കുകയും നിങ്ങൾ ആ ഭാഷയുടെ വ്യാകരണം പഠിക്കുകയുമല്ല ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ത്രിപ്പുകളെ നിങ്ങളിലേക്ക് നിങ്ങൾ അത് ട്യൂൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് പറയാം, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉറപ്പ് തരാം. നിങ്ങൾ വെറും ഒരു ഭാഷ പഠിച്ച് വെറും ഒരു കാര്യങ്ങളെ ഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്. നിങ്ങൾ ഈ എബ്രായ ഭാഷ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ മന്ത്രിപ്പുകൾ കേട്ട് നിങ്ങൾ തുടങ്ങും. തീർച്ചയായിട്ടും കേട്ടു തുടങ്ങും. അതിൻ്റെ ഓരോ അർത്ഥങ്ങളും അർത്ഥതലങ്ങളും നിങ്ങൾ കേൾക്കും. നിങ്ങളിൽ സന്തോഷമുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, ആരാധനയ്ക്ക് വ്യത്യാസം വരും. ആ ദൈവം എന്താണെന്നും ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും ദൈവത്തെ എങ്ങനെയൊക്കെ കണ്ടെത്തണമെന്നും ദൈവത്തിനോട് എന്തൊക്കെ ചോദിക്കാമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയമായ ശലോം.